ഈ കൊലപാതകം നടക്കുന്ന തിങ്കളാഴ്ചയ്ക്ക് തൊട്ടു മുമ്പുള്ള ഞായറാഴ്ചയെക്കുറിച്ച് അറിയേണ്ടത്. ഈ ഞായറാഴ്ച ദിവസം ഈ ഷെമീനയുടെ മകനായിട്ടുള്ള ഈ കൊലപാതകി, അതായത് അഫാനും രണ്ടുപേരും കൂടി ചേർന്ന് ഇവരുടെ വീട്ടിലേക്ക് ചെന്നു. തട്ടത്തുമലയിലെ ഈ വീട്ടിലേക്ക് ചെന്നു. ഈ തട്ടത്തുമലയിലെ സ്ത്രീ എന്ന് പറയുന്നത് ഷെമീനയുടെ ഉമ്മയുടെ അനുജത്തിയാണ്. അതായത് ഷെമീനയുടെ ഉമ്മയുടെ അനുജത്തി. അവരാണിത് ഈ തട്ടത്തുമലയിൽ താമസിക്കുന്നത്. ഈ ഷെമീനയുടെ ഉമ്മയുടെ അനുജത്തി എന്ന് പറയുന്നത് പണം പലിശയ്ക്ക് കൊടുക്കുന്ന ഒരു സ്ത്രീയാണ്. പണം ഇൻട്രസ്റ്റിന് ഇങ്ങനെ ആളുകൾക്ക് കൊടുക്കും. അപ്പം കുറച്ച് നാളുകൾക്ക് മുമ്പ് ഷെമീനയ്ക്ക് ഈ സ്ത്രീ 8 ലക്ഷം രൂപ പലിശയ്ക്ക് നൽകിയിരുന്നു. ഈ പലിശയും മുതലും അടക്കം ഏതാണ്ട് 10 ലക്ഷത്തിലധികം രൂപ ഷെമീനയും കുടുംബവും, ഷെമീനയും ഈ അഫാനും തിരിച്ചടച്ചിട്ടുണ്ട്. ഈ കൊലപാതകം നടക്കുന്ന ദിവസം 50,000 രൂപയാണ് ഇവർക്ക് അടിയന്തരമായി വേണ്ടിയിരുന്നത്. അടിയന്തരമായി 50,000 രൂപ കിട്ടിയേ മതിയാവുകയുള്ളൂ. കാരണം പലയിടത്തു നിന്നായിട്ട് പലിശയ്ക്ക് മേടിച്ച് ഇവരിങ്ങനെ കൂട്ടിയിരിക്കുകയാണ്. ഈ പലിശയുടെ ഇൻട്രസ്റ്റ് മാത്രം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് പലയിടത്തായി മുടങ്ങിക്കിടക്കുകയാണ്, റോൾ ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ആ തുക അടച്ചേ മതിയാവുകയുള്ളൂ. ഇനി അവർ കേൾക്കില്ല. ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു. കടക്കാർ ഒരു കാരണവശാലും കേൾക്കില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്.